ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ചൊന്ന് പറയാം. ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക ആളുകളും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരായിരിക്കാം. അമ്മയെ ഉപാസിക്കുന്ന ഒരാൾ എന്നതിലുപരി ലളിതാ സഹസ്രനാമത്തിൻ്റെ താന്ത്രികമായ വശങ്ങളെക്കുറിച്ചോ പരിപൂർണ തത്വങ്ങളെക്കുറിച്ചോ ഉള്ള അറിവ് എനിക്കില്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. എൻ്റെ പരിമിതമായ അറിവ് ആവശ്യക്കാർക്ക് എത്തിക്കണം എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ലളിതാ സഹസ്രനാമം സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നമുക്കറിയാം. ആത്മീയവും ഭൗതികവുമായ ഉയർച്ചയ്ക്ക് അതിശ്രേഷ്ഠമാണ് ഈ സ്തോത്രം. ജന്മജന്മാന്തരങ്ങളായ പാപങ്ങൾ നശിക്കാനും മനസ്സിന് ശാന്തിയും സമാധാനവും തന്ന് നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള ശക്തിയും എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള മനഃശക്തിയും ഇതിലൂടെ നമുക്ക് കിട്ടും. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സാമാന്യമായ അർത്ഥത്തോടുകൂടി ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകം ഒന്ന് പറയാം. ആദ്യം ധ്യാന ശ്ലോകം ഒന്ന് ജപിക്കാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഇതിൻ്റെ സാമാന്യ അർത്ഥം നോക്കാം. അംബികാം ധ്യായേത്, അംബികയെ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള അംബികയാണ് ധ്യാനിക്കുന്നത്? സിന്ദൂരാരുണ വിഗ്രഹാം, സിന്ദൂരം പോലെ അരുണ വിഗ്രഹം, ചുവന്ന നിറമുള്ള ദേവിയെ ധ്യാനിക്കുന്നു. വിഗ്രഹാം ഇതിനകത്ത് അർത്ഥമാക്കുന്നത് ശരീരം എന്നാണ്. സിന്ദൂരം പോലെ ചുവന്ന വർണ്ണമുള്ള ദേവിയെ ധ്യാനിക്കുന്നു. ത്രിനയനാം, ത്രിനയനാം എന്നും പറയാം, ത്രിനയനാം എന്നും പറയാം. എന്ന് വെച്ചാൽ 3 കണ്ണുകളാണ് ദേവിക്ക് ഉള്ളത്. മൂന്നാമത്തെ കണ്ണ് ജ്ഞാനദൃഷ്ടിയാണ് സൂചിപ്പിക്കുന്നത്. മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരാം, രത്നങ്ങൾ പതിച്ച കിരീടത്തിൽ സ്ഫുരിക്കുന്നു. സ്ഫുരത്തെന്ന് വെച്ചാൽ സ്ഫുരിക്കുന്നു, തിളങ്ങുന്നു എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് സ്ഫുരിക്കുന്നത്? നക്ഷത്രത്തിൻ്റെ അധിപതിയായ ചന്ദ്രൻ, അതാണ് താരാനായക ശേഖരാം. അപ്പോൾ അമ്മയുടെ ആ കിരീടത്തിന് അലങ്കാരമായി ചന്ദ്രക്കല ഉണ്ട് എന്ന് അർത്ഥം. അടുത്തത് സ്മിതമുഖീം, അമ്മ പുഞ്ചിരിച്ച മുഖത്തോടെയാണ് എപ്പോഴും കാണപ്പെടുന്നത്. ആപീന വക്ഷോരുഹാം, അതായത് നിറഞ്ഞ മാറിടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് തൻ്റെ മക്കളോടുള്ള വാത്സല്യത്തെയാണ്, വാത്സല്യം ചുരത്താനായിട്ട് ഉള്ളതായിട്ടാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. പാണിഭ്യാം അളിപൂർണ രത്നചഷകം, അതായത് 2 കൈകളിലും അളിപൂർണ രത്നചഷകം, ദേവിയുടെ കൈ ചെന്താമരപ്പൂ പോലെയാണ്. അതിൻ്റെ സൗരഭ്യം നുകരാൻ വണ്ടുകൾ മുരളുന്നു. കയ്യിൽ രത്നചഷകമുണ്ട്. ചഷകം എന്നാൽ അമൃത എന്ന് അർത്ഥം. അടുത്തത് രക്തോത്പലം ബിഭ്രതീം, രക്ത ഉത്പലം ബിഭ്രതീം, അതായത് ചുവന്ന താമരപ്പൂവ് ദേവി ചുഴറ്റിക്കൊണ്ടേയിരിക്കുന്നു. സൗമ്യാം, ദേവി സൗമ്യയായിട്ടുള്ളവളാണ്. രത്നഖടസ്ഥ രക്തചരണാം, അതായത് രത്നം പതിപ്പിച്ച കുടത്തിന് മുകളിൽ ചുവന്ന മൃദുവായ കാലുകൾ ദേവി വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ദേവിയെ ഞാനിതാ ധ്യാനിക്കുന്നു എന്നാണ് ആദ്യത്തെ ധ്യാന ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഉള്ള ധ്യാന ശ്ലോകങ്ങൾ അടുത്ത ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. എല്ലാവർക്കും പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരി ഓം.